ആദ്യം നമ്മൾ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗവർണറുമായുള്ള സർക്കാരിന്റെ വെടിനിർത്തലാണ്. അതിലേക്ക് തന്നെ പോവുകയാണ്. ബജറ്റ് സമ്മേളനം നയപ്രഖ്യാപനത്തോടു കൂടി തന്നെ തുടങ്ങാനുള്ള ഒരു സാഹചര്യമാണ് ഒരുങ്ങുന്നത്. ഇന്നലെ സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ അനുമതി നൽകിയതോടുകൂടിയാണ് ഈ വെടിനിർത്തൽ, താൽക്കാലിക വെടിനിർത്തലിന് അരങ്ങ് ഉണർന്നത്. ഇപ്പോൾ അത് ഒരു നയപ്രഖ്യാപന പ്രസംഗത്തോടെയുള്ള ബജറ്റ് സമ്മേളനത്തിലേക്ക് നീങ്ങുന്നു. നാളെ മന്ത്രിസഭാ യോഗം ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത് വി അരുണാണ്. അരുൺ, വലിയ തോതിൽ സർക്കാർ ഗവർണർ ഏറ്റുമുട്ടലായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി. അതൊരു താൽക്കാലിക വെടിനിർത്തലിലേക്ക് പോവുകയാണ്. ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ ഫോൺ വിളി അതൊരു വെറും വിളിയായിരുന്നില്ല, ചില ധാരണകൾ കൂടിയുള്ള, ഒത്തുതീർപ്പുകൾ കൂടിയുള്ള ഒരു വിളിയായിരുന്നു എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? ഇന്നത്തെ ഫോൺ സംഭാഷണത്തിൽ അത്തരം ഏതെങ്കിലും തരത്തിലുള്ള ധാരണ എത്തിയോ എന്ന് വ്യക്തമല്ല. പക്ഷേ ഇന്നലെ ഗവർണർ ഒരു വിട്ടുവീഴ്ച ചെയ്തു എന്ന ഒരു വിലയിരുത്തൽ സർക്കാരിനുണ്ട്. വിട്ടുവീഴ്ച എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഗവർണർക്ക് സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയേ മതിയാകൂ. പക്ഷേ സർക്കാരിനെ ഗവർണർ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും എന്ന വിവരമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി സർക്കാരും അതിനുള്ള ഒരുക്കങ്ങൾ, അതായത് മുഖ്യമന്ത്രിയോട് ഗവർണർ വിശദീകരണം തേടും. അങ്ങനെ വിശദീകരണം തേടിയാൽ നൽകാനുള്ള മറുപടി അടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറാക്കിയിരുന്നു. പക്ഷെ അതിന് നിൽക്കാതെ ഗവർണർ തന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഉപദേശമാണ് ഇത്തരം കാര്യങ്ങളിൽ തനിക്ക് ഏറ്റവും പ്രധാനം, അല്ലെങ്കിൽ തന്റെ ബാധ്യത, ഉത്തരവാദിത്തം അതാണ്, അത് നിർവഹിക്കുന്നു പറഞ്ഞ് ഗവർണർ അത്തരമൊരു വിട്ടുവീഴ്ച എന്ന് തോന്നുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയപ്പോൾ ഗവർണറും അതിന് സർക്കാരും അതിന് നിന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ഗവർണർ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റിയെങ്കിൽ ഗവർണറെ കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം വായിപ്പിക്കുക എന്ന ഭരണഘടനാ ഉത്തരവാദിത്വം സർക്കാരിനുമുണ്ട്. അത് എന്തിനു വൈകിപ്പിക്കണം എന്ന ചോദ്യമാണ് സർക്കാരിൽ ഉയർന്നത്. അതുകൊണ്ടാണ് ഈ കലണ്ടർ വർഷത്തെ ആദ്യ സഭാ സമ്മേളനം തന്നെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടങ്ങാൻ സർക്കാർ തീരുമാനമെടുക്കുന്നത്. അതിന്റെ ഭാഗമായി നാളെ മന്ത്രിസഭാ യോഗം ചേർന്ന് നയപ്രഖ്യാപന നിയമസഭാ സമ്മേളനം ഡിസംബറിൽ ആരംഭിച്ച നിയമസഭാ സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നതായി ഗവർണർ അറിയിക്കാൻ തീരുമാനമെടുക്കും. അതോടുകൂടി പുതിയ സഭാ സമ്മേളനം ചേരണമെങ്കിലും ഗവർണറുടെ അനുമതി വേണം. അത് നയപ്രഖ്യാപന പ്രസംഗത്തോടെ തന്നെ തുടങ്ങുകയും വേണം. അതിലേക്കാണ് സർക്കാർ പോകുന്നത്. ബജറ്റ് സമ്മേളനമാണ് ചേരേണ്ടത്. ജനുവരി അവസാന ആഴ്ച ബജറ്റ് സമ്മേളനത്തോടുകൂടി, നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി ബജറ്റ് സമ്മേളനം തുടങ്ങാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. തീർച്ചയായും. എന്തായാലും അരുൺ, സമ്മേളനം അങ്ങനെ എല്ലാ രീതിയിലും നടക്കും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിശ്വസിക്കാം. അതിനുള്ള ഒരുക്കങ്ങളാണ്. പക്ഷേ ഇതൊരു താൽക്കാലിക വെടിനിർത്തൽ തന്നെയാകില്ലേ? കാരണം VC-മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒക്കെ കേസുകളുണ്ട്. അക്കാര്യങ്ങളിലൊന്നും ഒരു കോംപ്രമൈസും നടക്കില്ല എന്നതാണ് ഇതുവരെയുള്ള അനുഭവം. അതുകൊണ്ട് തന്നെ ഈ ഭിന്നതയുള്ള വിഷയങ്ങൾ വരുമ്പോൾ എന്തായാലും അത് ഗവർണറും സർക്കാരും രണ്ട് ധ്രുവത്തിൽ തന്നെ ആയിരിക്കും. ഇത് ഒരു താൽക്കാലിക നീക്കുപോക്ക് ആ നിലയ്ക്ക് തന്നെ ആയിരിക്കില്ലേ കാര്യങ്ങൾ? തീർച്ചയായും തൽക്കാലത്തേക്ക് അത്തരമൊരു പോരിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നു. ഗവർണറും തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. അതുകൊണ്ട് തന്നെ കടുത്ത ഒരു പോരിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ കടക്കാൻ സാധ്യതയില്ല. പക്ഷെ പ്രധാനപ്പെട്ട ചില ബില്ലുകൾ ഇപ്പോഴും ഗവർണറുടെ പരിഗണനയിലാണ്. ഗവർണറുടെ തീരുമാനം കാത്ത് രാജ്ഭവനിലാണ്. അതിൽ സ്വാഭാവികമായും സർക്കാരിന് അതൃപ്തിയുണ്ട്. അതിനൊരു തീരുമാനമെടുക്കാൻ നിയമ പോരാട്ടത്തിന് സർക്കാർ ആലോചിച്ചിരുന്നു. ഇപ്പോൾ ഈ രീതിയിൽ ഒരു മഞ്ഞുരുകൽ സാധ്യത തെളിയുന്നതുകൂടി അതിന് തയ്യാറാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഗവർണർ ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ആ വിഷയം അതേപടി നിലനിൽക്കും. സർക്കാരിലേക്ക് സർക്കാരും ഗവർണർ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ തയ്യാറായ സാഹചര്യത്തിൽ സർക്കാരും തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണറെ ക്ഷണിക്കും. സർക്കാരിന്റെ ഒരു വർഷത്തേക്കുള്ള നയം ഗവർണർ നിയമസഭയിൽ പ്രഖ്യാപിക്കും. ഈ മാസം അവസാന ആഴ്ചയിലാകും ആ നയപ്രഖ്യാപന പ്രസംഗം നടത്തുക. ശരി അരുൺ, തുടരുക. സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്ക് കൂടി വരേണ്ടതുണ്ട്. രണ്ടാം വരം സജി ചെറിയാൻ ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിക്കും. BJP ഭരണഘടനാ ദിനമായി ആചരിച്ചാണ് പ്രതിഷേധം അറിയിക്കുന്നത്. നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന സിനിമ, സാംസ്കാരിക വകുപ്പുകൾ തന്നെ സജി ചെറിയാന് ലഭിക്കും. ഫിഷറീസ് വകുപ്പും ലഭിച്ചേക്കും. ഇതോടെ VN വാസവൻ, V അബ്ദുറഹ്മാൻ തുടങ്ങിയ മന്ത്രിമാരുടെ വകുപ്പുകളിലും മാറ്റം ഉണ്ടാകും. അരുൺ, വകുപ്പുകൾ മറ്റു മന്ത്രിമാർക്ക് വീതിച്ച് നൽകിയപ്പോൾ തന്നെ അതേ വകുപ്പുകളിലേക്ക് സജി ചെറിയാന്റെ മടങ്ങിവരവ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നത് വ്യക്തമായിരുന്നു. കൃത്യം 6 മാസമാകുമ്പോഴേക്ക് ആ തിരിച്ചുവരവ് സാധ്യമാകുന്നു.
എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സത്യപ്രതിജ്ഞാ ചടങ്ങ് എങ്ങനെയായിരിക്കും? ആരൊക്കെ പങ്കെടുക്കും? ഒപ്പം അതേ വകുപ്പുകൾ തന്നെ ആയിരിക്കുമോ? അത് വകുപ്പ് തിരിച്ച് സജി ചെറിയാനിലേക്ക് വരുമ്പോൾ മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിൽ എന്തെങ്കിലും മാറ്റത്തിന് സാധ്യതയുണ്ടോ? വൈകിട്ട് 4 മണിക്കാണ് സത്യപ്രതിജ്ഞ. രാജ്ഭവൻ ഓഡിറ്റോറിയത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ. ഗവർണർ ആരിഫ് ഖാൻ സജി ചെറിയാന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മന്ത്രിസഭയിലെ പ്രമുഖരെല്ലാം സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തും. ഇടതുമുന്നണിയുടെ നേതാക്കളും പ്രധാന നേതാക്കളും ഘടകകക്ഷി നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിലെത്തും. പ്രതിപക്ഷം സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണ്. ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ച സർക്കാരിനോടും ഗവർണറോടുമുള്ള എതിർപ്പാണ് അതിന് കാരണം. BJP ഇന്നും ഭരണഘടനാ ദിനമായി ആചരിക്കുകയാണ്. അവരും സത്യപ്രതിജ്ഞാ ചടങ്ങുകളുടെ പൂർണ്ണമായും വിട്ടുനിൽക്കും. സജി ചെറിയാന്റെ വകുപ്പുകളുടെ കാര്യത്തിൽ നേരത്തെ പ്രധാനപ്പെട്ട സിനിമാ, സാംസ്കാരികം, ഫിഷറീസ്, വിവരകാര്യ വകുപ്പുകളായിരുന്നു സജി ചെറിയാൻ ഭരിച്ചിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ സിനിമയും സാംസ്കാരികവും ഉറപ്പായും സജി ചെറിയാന് തിരികെ ലഭിക്കും. ഫിഷറീസ് വകുപ്പും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ യുവജനകാര്യ വകുപ്പ് പക്ഷേ മുഹമ്മദ് റിയാസാൻ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് വിട്ടുകൊടുക്കാൻ സാധ്യത, അല്ലെങ്കിൽ സജി ചെറിയാൻ തിരികെ ലഭിക്കാൻ സാധ്യത കുറവാണ്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി സജി ചെറിയാൻ വകുപ്പുകളുടെ കാര്യം ഗവർണറെ അറിയിക്കും. അവിടെ നിന്ന് വിജ്ഞാപനമായത് പുറത്തിറങ്ങും. ഏതായാലും സജി ചെറിയാൻ CPM-ന്റെ പ്രധാന നേതാവാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. മന്ത്രി എന്ന നിലയിൽ മികച്ച രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത വ്യക്തി. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ സജി ചെറിയാൻ ലഭിക്കുമെന്ന് ഉറപ്പാണ്. അരുൺ, ഇപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് അരങ്ങ് ഉണരുന്നു. അദ്ദേഹം മന്ത്രിസഭയിലേക്ക് എത്തുന്നു. എങ്കിൽ പോലും അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് വലിയ വിയോജിപ്പുണ്ട്, നീരസമുണ്ട് എന്ന് വേണം അദ്ദേഹത്തിന്റെ ഇന്നലത്തെ 2 ഇടങ്ങളിൽ ഉള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. നിങ്ങൾ എനിക്ക് വേണ്ടത്ര സഹായം ചെയ്തു തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വാർത്താ സമ്മേളനമോ മന്ത്രി നേരിട്ട് മാധ്യമങ്ങളെ കാണുന്നതോ എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇതുവരെ അത്തരം ക്രമീകരണങ്ങൾ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയും കുറവെന്ന് വേണം മനസ്സിലാക്കുന്നത്. 2-3 തവണ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. AK സമയത്തുപോലും മാധ്യമങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും സജി ചെറിയാൻ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചുവരവായി കൂടി ഇത് മാറുകയാണ്. ഒരു മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നു. അതേ മന്ത്രിസഭയിൽ വളരെ വേഗത്തിൽ 6 മാസം പൂർത്തിയാകുന്നില്ല. മറ്റന്നാൾ മാത്രമാണ് സജി ചെറിയാൻ രാജിവെച്ചിട്ട് 6 മാസം പൂർത്തിയാകുന്നത്. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ പിണറായി വിജയൻ മന്ത്രിസഭയിലേക്ക് മടക്കിക്കൊണ്ടുവരികയാണ്. നേരത്തെ ET ജയരാജനും ഒരു പരിധിവരെ AK ശശീന്ദ്രനും കിട്ടാത്ത ഒരു ആനുകൂല്യം ഇപ്പോൾ സജി ചെറിയാന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുകയാണ്. സജി ചെറിയാന്റെ സാന്നിധ്യം തന്റെ ക്യാബിനറ്റിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന മുഖ്യമന്ത്രിയുടെ വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സജി ചെറിയാന്റെ മടങ്ങിവരവ് ഇത്ര വേഗത്തിലാകുന്നത്. ശരി, എന്തായാലും സത്യപ്രതിജ്ഞ നടക്കുമ്പോഴും കാര്യങ്ങൾ അത്ര പന്തിയല്ല. സജി ചെറിയാനെതിരെ പ്രതിഷേധമുണ്ട്. UDF കരിദിനമായി ആചരിക്കുന്നു. BJP ഭരണഘടനാ വിരുദ്ധമായ ദിനമായാണ് ഇത് ആചരിക്കുന്നത്.